ഞാൻ KVS ഹരിദാസിലേക്ക് വരുന്നു. KVS ഹരിദാസ്, നമ്മൾ പൂർണ്ണമായും സജ്ജമാവുകയാണ്. അന്തർദേശീയ സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ നേടുക എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? അതൊക്കെ വളരെ കൃത്യമായി തന്നെ ചെയ്തു. നയതന്ത്ര കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് നമ്മൾ എടുത്തു. ആ നിലപാട് നമ്മൾ ലോക ജനതയെ അറിയിച്ചു. അതിനോടെല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടാകുന്നു. തുടർച്ചയായിട്ട് അതിർത്തിക്കപ്പുറത്തുനിന്ന് വെടിവെപ്പ് മാത്രമല്ല, വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കും എന്നുവരെ റഷ്യയിലെ അംബാസഡർ ഇന്നലെയാണ് പറഞ്ഞത്. KVS ഹരിദാസ്. അല്ല അരുണെ, ഞാൻ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇത്തവണ POK ആയിരിക്കും ട്രൈ ചെയ്യുക. എൻ്റെ ഒരു നിലപാട് വേറെ വ്യത്യസ്ത, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നാണ്. ഗവൺമെൻറ് എന്താ ചിന്തിക്കണമെന്ന് പറയാൻ ഞാനാണല്ല. പക്ഷെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, നമ്മളുടെ ലക്ഷ്യം ഇത്തവണ ബലൂചിസ്ഥാൻ ആയിരിക്കും എന്നാണ്. ബലോച്ചിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ബലൂചിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, ഒരു ഭാഗത്ത് ഇറാനുണ്ട്. ഈ രണ്ട് പേരും ഇന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ട്. ബലോച്ച് ലിബറേഷൻ ആർമിയെ സഹായിക്കുന്നത് താലിബാൻകാരാണ്, ഇറാൻകാരാണെന്നുള്ള ആക്ഷേപവും ഉണ്ട്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ബലോചിസ്ഥാനെ ഒരു മറ്റൊരു ബംഗ്ലാദേശാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് നൽകുന്ന ഒരു ഹൃദയവേദന പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും. ചൈന കെട്ടിപ്പൊക്കിയിട്ടുള്ള ഗാഡാർ തുറമുഖം അറേബ്യൻ സീയിലേക്കുള്ള അവരുടെ പടിഞ്ഞാറൻ ഗേറ്റ് വേ ആണ്. അത് ബലൂചിസ്ഥാനിലാണ്. അവരുടെ ഇടപാട് തീരും. ചൈന കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന വഴിയാധാരാകുന്ന ഒരു ചിത്രവും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബലോചിസ്ഥാനെ തന്നെയാണ്. പാകിസ്ഥാന് കൊടുക്കുന്ന ആഘാതം, താങ്കൾ പറഞ്ഞതുപോലെ ചൈനയുടെ ഈ ഏഷ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചൈനയുടെ നീക്കത്തിനേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരവുമായിരിക്കും, സംശയമൊന്നുമില്ല. അതൊരു വലിയ സ്വപ്നമാണ്. പക്ഷേ ബലൂചിസ്ഥാനിൽ നിലവിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വളരെ ശക്തമായി നിൽക്കുന്നു. പാകിസ്ഥാൻ അതിനകം ഇന്ത്യയും കൂടി അതിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. Debate with Dr. Arun Kumar.